മലേഷ്യ സിംഗപ്പൂരിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമുണ്ട്, നമുക്കങ്ങോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മലേഷ്യയിലോട്ട് പോകാനാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സിൻ്റെ ട്രാവലേ ഉള്ളൂ, ബ്ലോക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. സിംഗപ്പൂർ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജുണ്ട്, ബ്ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സിൽ നമ്മൾ മലേഷ്യയിലെത്തും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലോങ് വീക്കെൻഡ് വന്നാലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് സിംഗപ്പൂരുള്ളവർക്ക് മലേഷ്യ ആയിരിക്കും. കാരണം അവിടെ സിംഗപ്പൂരിലും 3 ടൈംസ് അതിനേലും കൂടുതൽ ചീപ്പറാണ്. അവിടെ എത്തിയ ഉടനെ ഞങ്ങൾ അടുത്തുള്ളൊരു മോളിൽ നിന്ന് അമ്മയ്ക്ക് പൂളിടാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു. പക്ഷേ ഇൻഫാക്ട് ഞങ്ങൾക്ക് ഈ എൻറ്റയർ ട്രിപ്പിൽ പൂൾ യൂസ് ചെയ്യാനേ പറ്റിയില്ല, നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങും എന്നുള്ളൊരു വിചാരത്തിൽ നമ്മളിതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടാക്സി എടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കുറേ ഫ്ലാറ്റ്സ്, ഭയങ്കര ഹൈ ആയിട്ടുള്ള കുറേ ഫ്ലാറ്റ്സ് ഇങ്ങനെ അട്ടിക്കട്ടി പണിതിട്ടേക്കുക. കാണാൻ നല്ല രസമായിരുന്നു. ഇതിനകത്ത് ഈ കാണിച്ച ഏതോ ഒരു ഫ്ലാറ്റിലാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കീയൊക്കെ കളക്ട് ചെയ്ത് നേരെ ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കിട്ടിയതാണെങ്കിൽ 27th ഫ്ലോർ ആയിരുന്നു. 27th ഫ്ലോർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. അവിടെ നിന്നുള്ള വ്യൂ എന്തായാലും കിടിലനായിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പെട്ടി പോലും എടുക്കാൻ മറന്നുപോയി. ഡോറിൻ്റെ പുറത്ത് പെട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറി ഫ്ലാറ്റിൻ്റെ കാഴ്ചകളും എല്ലാം ആസ്വദിക്കുന്നത്. അമ്മേ ഇതാ നോക്കിയേ, നല്ല കിടിലൻ വ്യൂ അല്ലേ. ഞങ്ങൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. ഫോട്ടോയിലൊക്കെ ആക്ച്വലി പാർഷ്യൽ സീ വ്യൂ എന്നുള്ള ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ പാർഷ്യലാണെങ്കിലും അതിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും സീ പാർഷ്യലായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ എന്നാലും ആ ടോൾ ബിൽഡിങ് ഇവിടെ നിന്നുള്ള കാഴ്ചയും അത്രയും പൊക്കത്തുനിന്ന് താഴേക്ക് ആ റോഡിലേക്ക് ഇങ്ങനെ ട്രാഫിക് പോകുന്നതും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് 3 ബെഡ്റൂമാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ അതൊന്നും നോക്കിയില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യൂവും ഇൻറ്റീരിയറൊക്കെ കണ്ട ആ ഒരു ഇതിൽ ജസ്റ്റ് അങ്ങ് ബുക്ക് ചെയ്തു. റൂമിൻ്റെ ഇതുപോലും നോക്കാണ്ട് ജസ്റ്റ് ബുക്ക് ചെയ്തു. വന്നപ്പോൾ നോട്ട് ഈവൻ എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഹോട്ടലൊന്നുമല്ല, ഈ ബിൽഡിങ്ങിലുള്ള കുറേ ഫ്ലാറ്റുകൾ ഇങ്ങനെ പണി കഴിഞ്ഞ് അവർ സെല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യൂയിങ്ങിന് വേണ്ടി അടിപൊളിയായിട്ട് ഇവർ കുറച്ച് അപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ, അങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഒരു സ്റ്റേക്കേഷന് വേണ്ടി അഥവാ ഇങ്ങനെ നമുക്കിങ്ങനെ എയർബിഎൻബി പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ഉള്ള അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ ആക്സസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഹോട്ടലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ഷാംപൂ, ടവൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ കുറേ നമുക്ക് ഹോട്ടലൊക്കെ കിട്ടുന്ന എക്സ്ട്രാ പ്രിവിലേജസ് ഒന്നുമില്ല, ഈ ബുഫേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ വ്യൂവിന് വേണ്ടി ജസ്റ്റ് വീട്ടിലൊന്ന് റിലാക്സ് ചെയ്യാനാണ് വന്നത്. അത് സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിതായി കിടിലൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു, അതൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് നമ്മളതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറി കയറി. അവിടെ നോക്കിയപ്പോൾ നാട്ടിൽ പണ്ട് കിട്ടണ പോലത്തെ ഈ ബിസ്ക്കറ്റിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്തോരം പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയോ പണ്ട് ചെറുപ്പത്തിൽ. ഇത് കുറേ പേരുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് പണ്ടത്തെ ഫേവറേറ്റ് സാധനമായിരുന്നു കാണും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിഞ്ഞു. ഞങ്ങൾ അടുത്തുള്ള പൂളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ താഴേക്ക് ഉള്ള പൂളും അടുത്ത ഒരു ഡങ്കാബേ എന്ന് പറയുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല. ഞങ്ങൾ ജസ്റ്റ് ഈ ഫ്ലാറ്റിൻ്റെ ആ ഒരു ഭംഗിയും അവിടെ ഒന്ന് വീട്ടിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ബീച്ചുണ്ട്. ബീച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ വേവൊന്നുമില്ല. പക്ഷേ ഇവരൊരു എന്താ പറയുക, ബീച്ച് വൈബ്സൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റ്സും ഒരു കഫേയും അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ വെച്ചൊരു രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് വൈബുള്ളൊരു സ്ഥലം, ആ ഒരു അങ്ങനെ ഒരു ടൈപ്പിൽ ഒരു ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം അതല്ലാണ്ടൊന്നും ഇല്ല ഡങ്കാബേയിൽ. ഈ സ്ഥലം അത്ര ടൂറിസ്റ്റ് അല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വന്നേ. കാരണം നമ്മുടെ മൈൻഡ് ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ വേണം, കുറച്ച് നേരം ഒന്ന് വീട്ടിൽ റിലാക്സ് ചെയ്ത് ഒന്നും ചെയ്യാണ്ടിരിക്കണം. പിന്നെ ഐറ്റ്നറിയിൽ ആകെ 3 ദിവസം നമ്മുടെ ഉണ്ടായിരുന്നത്. ഒരു അടിപൊളി കഫേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോവുക, പിന്നെ പറ്റിയാൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുക, എന്നിട്ട് വീട്ടിൽ വരെ റിലാക്സ് ചെയ്യുക, അതായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ജസ്റ്റ് കുറച്ച് ഫുഡും സ്നാക്സും ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ച് സ്റ്റോക്കപ്പ് ചെയ്ത് റൂമിൽ ചെന്ന് ഒരു ഹൊറർ മൂവിയൊക്കെ കണ്ട് ഒരു ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് പയ്യെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഒരു സ്ലോ ഈവനിങ് അതായിരുന്നു നമ്മുടെ മൈൻഡിൽ. അതുകൊണ്ട് നമ്മൾ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ വീട്ടിൽ ചെന്ന് ഈ വ്യൂ ഒക്കെ ഒന്നും കൂടെ രാത്രി കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു. ഞാനും അമ്മയും എബിനും കൂടെ കൂടി കഴിഞ്ഞാൽ മിക്ക ദിവസവും ഞങ്ങളൊരു സിനിമ കാണൽ പതിവാണ്. എൻ്റെ എബിനാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് കാണേണ്ട സിനിമയും കണ്ടുപിടിച്ചുകൊണ്ട് വരാറ്. അങ്ങനെ ഇപ്രാവശ്യം അവൻ സജസ്റ്റ് ചെയ്തതാണ് സ്ലീപ്പി ഹോളോ. മിക്കവരും കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഞാനും അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ അവസാനിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളിതാ ഈ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ട് എണീറ്റു.
ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഫേ പോകാനാണ്. ആ കഫേയുടെ പേര് റെയിൻ ഫോറസ്റ്റ് ട്രീ ഹൗസ് കഫേ എന്നാണ്. JBയിൽ കുലായി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആ സ്ഥലം. ആൻഡ് ഇതിവിടെ നിന്നൊരു 45 മിനിറ്റ്സോളം ടാക്സി കയറുണ്ട്. സോ നമ്മൾ വേഗം റെഡിയായി ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഫേ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഈ ആംബിയൻസ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇവർ ട്രീ ഹൗസ് പോലെ ഇവർ തന്നെ ഇങ്ങനെ 3 നിലയായിട്ട് പണിത് വെച്ചേക്കുവാണ്. ഇവിടെ കിഡ്സിന് പ്ലേ ഏരിയ ഉണ്ട്, ഇവിടെ ഹോം സ്റ്റേ വരെ ഉണ്ട്. പിന്നെ ഇവർക്കൊരു ലൗഞ്ച് എന്ന് പറഞ്ഞ ഒരു സോഫ ഒക്കെ ഇട്ടൊരു ലൗഞ്ചും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം എൻട്രൻസ് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഫെസിലിറ്റീസ് ഇത്രയും ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോലുമില്ല. ഫുഡ് ഓപ്ഷൻസ് മെനുവിൽ വളരെ കുറവാണ്. ഇവരുടെ മെയിൻ ഐറ്റംസ് ടോസ്റ്റഡ് ബ്രെഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പൊതുവേ ഞാൻ ഒരു കഫേ പോകുമ്പോൾ കാണുന്ന പോലത്തെ കോഫി ലാറ്റെ അതൊക്കെ അല്ലാണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സും കണ്ടു. അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുക. ആക്ച്വലി ഇവിടെ ഇരിക്കാനാണെങ്കിൽ പ്രോപ്പർ ചെയർ ടേബിൾ അങ്ങനെയൊന്നുമില്ല. ചില ടേബിൾസൊക്കെ നമ്മൾ ഇരിക്കണമെങ്കിൽ താഴെ ശമ്പളം കൂട്ടി ഇരുന്ന് ഡൈനിങ് ചെയ്യുന്ന പോലെ. ഞങ്ങൾ ഇരുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാല് കുത്താൻ സ്ഥലമൊന്നുമില്ല, ജസ്റ്റ് ഒരു നെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സൈഡിലാണെങ്കിൽ വേറൊരു പെണ്ണിരുന്ന് ഒരു ശിവൻ്റെ പടമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നല്ലൊരു വൈബായിരുന്നു മൊത്തത്തിൽ. ഈ ഹോൾ പ്ലേസ് ഇവർ പണിത് വെച്ചേക്കുന്നത് ഭയങ്കര നാച്ചുറൽ എലമെൻ്റ് ആയിരുന്നു. ഭയങ്കര നേച്ചറിസ്റ്റിക് ഫീൽ ഇവിടെ വന്നിരിക്കുമ്പോൾ. കാടിൻ്റെ നടുക്കാണെന്നുള്ളതൊരു ഫാക്ടർ. പിന്നെ ഇവർ പണിത് വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്ഷനൊന്നുമില്ല. ഇവൻ ഈ പൊക്കത്തേക്കുള്ള സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രെക്കിങ്ങിന് പോകുന്ന പോലെ അങ്ങനത്തെ ഒരു സ്റ്റെപ്സ് ആയിരുന്നു. ഇവിടെ വെച്ചേക്കുന്ന ടേബിളൊക്കെ കുറച്ച് വെറൈറ്റി ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇരുന്ന ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഡോറൊക്കെയാണ് അവർ ടേബിളായിട്ട് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അതിലെനിക്ക് ഈ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. ആൻഡ് പ്രൈസും നോട്ട് വെരി എക്സ്പെൻസീവ്. ബട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ടു റിസർവ് ഇറ്റ്. കാരണം ഇവർ റിസർവേഷൻ ബേസിസിലാണ് എടുക്കുന്നത്. പെട്ടെന്ന് അധികം ഒക്യുപ്പൻസി ഇല്ലാത്തതുകൊണ്ട് റിസർവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കയറ്റത്തില്ല. നമ്മൾ കഫേയിലൊക്കെ പോയി വന്നപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. നമ്മൾ ഈ കഫേ ഭയങ്കര കാടിൻ്റെ നടക്കായതുകൊണ്ട് ഇങ്ങോട്ട് ടാക്സി കിട്ടാൻ എളുപ്പമായിരുന്നു. തിരിച്ചു കിട്ടാൻ ഭയങ്കര പടയായിരുന്നു. നമ്മളൊരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ടാക്സി വെയിറ്റ് ചെയ്ത് ഗ്രാബിൽ നോക്കിയിട്ടാണെങ്കിൽ ഒരു ഡ്രൈവർ അവൈലബിൾ അല്ല. 20 റിങ്കറ്റിൽ നിന്ന് തുടങ്ങിയത് കൂട്ടി 50-60 റിങ്കറ്റ് എന്നിട്ടും ആളെ കിട്ടണം. പിന്നെ നമ്മൾ വഴി കണ്ട ആൾക്കാരോടൊക്കെ ചോദിച്ചു തുടങ്ങി. അവരും സോറി പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൈ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കഫേയിൽ തന്നെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഡ്രൈവറിൻ്റെ കോൺടാക്റ്റൊക്കെ തന്നിട്ട് നമ്മൾ അവരെ വിളിച്ചു നോക്കി. ആ ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഭയങ്കര ദൂരമാണ്. അവർ വരാൻ വേണ്ടി 1 മണിക്കൂറൊക്കെ എടുക്കും, വെയിറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ ഓൾറെഡി 5-4 എന്തായി. പിന്നെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഗ്രാബിലൊരു ഡ്രൈവറിനെ കിട്ടി. പക്ഷേ ഇനീഷ്യലി നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ 20 റിങ്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത 99 റിങ്കറ്റിനാണ് നമുക്ക് ഈ ടാക്സി കിട്ടിയത്. കാരണം നമ്മൾ ആ ടാക്സി കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇത്രയും ദൂരമുള്ള സ്ഥലത്തോട്ട് വന്നത് 5-ൻ്റെ പൈസ എടുക്കാണ്ട്. ആകെ കാർഡ് പോലും കയ്യിലില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഫോണിൽ നിന്നുള്ള QR സ്കാൻ ചെയ്ത് അങ്ങനെയുള്ള പേയ്മെൻറ്റൊക്കെ അതുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന ഫുഡും കഴിച്ച് കഴിഞ്ഞ് ബില്ല് വന്നപ്പോഴാണ് നമ്മൾ അവരോട് ചോദിക്കണം ഇവിടുത്തെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്. അപ്പോൾ അവരോട് ക്യാഷ് അല്ലെങ്കിൽ QR സ്കാൻ ചെയ്യണം. എങ്ങാനും ക്യാഷ് ഓൺലി ആണെങ്കിൽ അത് നമ്മുടെ കയ്യിലില്ല. നമ്മളവിടുന്ന് മാത്രം കഴിയേണ്ടി വന്നാലും ഒരു ഐഡിയ ഇല്ല. ഒന്നും നോക്കാണ്ടിറങ്ങിയേക്കണേ. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. അതായത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡൊമിനോസ് ക്രേവിങ് കാരണം അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളൊരു പോക്കർ കളിയൊക്കെ കളിച്ച് ഞങ്ങളുടെ നാളെ പോകുന്ന വിഷമം മാറ്റുമായിരുന്നു. ഹലോ എവരി വൺ. നമ്മളുടെ ഈ ട്രിപ്പ് നമ്മളൊരു സ്റ്റേക്കേഷൻ പോലെയാണ് ഉദ്ദേശിച്ചത്. വീട്ടിൽ 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലൊക്കെ പോകുന്നു, വേണമെങ്കിൽ ഷോപ്പിങ്ങിനും എവിടെയെങ്കിലൊക്കെ പോകുന്നു. അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ട്രിപ്പിൻ്റെ അവസാനമായപ്പോഴത്തേക്കും വീട്ടിലൊന്നിങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ ഒത്തിരി സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഹാഫ് ആൻ അവറിൽ ചെക്കൗട്ട് ചെയ്യണം. ആ ഹാഫ് ആൻ അവറിൽ ഞങ്ങളൊരു 15 മിനിറ്റ് ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചു. 3 ദിവസത്തിലാകെ ഞങ്ങൾ ഈ വ്യൂ എൻജോയ് ചെയ്യുന്നപ്പോഴാണ്. എന്താണാവോ വിചാരിച്ച പോലെ അത്ര ടൈമൊന്നും കിട്ടിയില്ല വീട്ടിലിരിക്കാൻ, റൂമിലിരിക്കാൻ. ആകെ പുറത്തൊരു സ്ഥലത്തേക്ക് പോകുള്ളൂ. പക്ഷെ എന്നാലും ആകെ ടൈറ്റായി പോയി. പക്ഷെ പോയ ആ കഫേ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. സോ വി ആർ എൻജോയിങ് ദ വ്യൂ റൈറ്റ് നൗ.
കഴിച്ചിട്ടാണ് അടുത്ത് മുറിക്കുക. നമ്മൾ ഡങ്കാബേന്ന് ചെക്കൗട്ട് ചെയ്തു. 12 മണിക്ക് ഇറങ്ങാനുള്ള മടി കാരണം നമ്മൾ 40 റിങ്കറ്റും കൂടെ ടോപ്പ് ചെയ്ത് 1 മണിക്കൂർ എക്സ്ട്രാ ലേറ്റ് ചെക്കൗട്ടാക്കി. എന്നിട്ട് നമ്മൾ ആ ബാൽക്കണിയിലിരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്ന് മാങ്ങയൊക്കെ കഴിച്ച് അങ്ങനെ അതേ ചെക്കൗട്ട് ചെയ്ത് ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പോണതിന് മുമ്പ് ഇവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫ്രഞ്ചോ എന്താന്ന് പറഞ്ഞൂടാ സമയം എത്രയും ഉച്ച കഴിഞ്ഞു. ആ ഒരു ഉച്ചയായി ഒരു ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് സിംഗപ്പൂർ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.